എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് എന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ ഞാൻ കണ്ടു എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമയായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ എങ്ങനെയെന്ന് പറയാൻ കഴിയാതായപ്പോൾ സഹാബിയുടെ മുഖത്തിൽ നിരാശ പോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിരാശപ്പെടേണ്ടതില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നകും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ഫീ ലൈലത്തിൽ ബദ്രി ശഫീനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നകും സതറൂന റബ്ബക്കും കമാ തറൂനൽ ഖമറ ഫീ ലൈലത്തിൽ ബദ്രി. 14-ാം രാവിൽ പൂർണ്ണചന്ദ്രനെ നിങ്ങളുടെ നഗ്നദൃഷ്ടികൾ കൊണ്ട് നിങ്ങൾ പ്രകാരം ദർശിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിനെ നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയും സഹാബികളെ എന്ന് പറഞ്ഞപ്പോഴാണ് സഹാബികൾക്ക് ഒരു ആശ്വാസം ഉണ്ടായതെങ്കിൽ പടച്ച തമ്പുരാൻ അവന്റെ വിശുദ്ധ ഖുർആനിലെ അൽ കഹ്ഫ് സൂറത്തിന്റെ അതിന്റെ അവസാനത്തോടുകൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, വലമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിനെ കാണലാണ്, അവന്റെ വജ്ഹാണ്, അവന്റെ ലിഖാഅാണ്, സൃഷ്ടാവായ അല്ലാഹുവിന്റെ ദർശനമാണ് നിങ്ങളുടെ ഉൾക്കടമായ ആഗ്രഹം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൽയഅമൽ അമലൻ സാലിഹാ. ധാരാളമായി സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം പോരാ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിനോട് ഒറ്റ വസ്തുക്കളെ നിങ്ങൾ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യണമെന്ന അല്ലാഹുവിന്റെ ഓഫർ കൈമുതലായി വളരെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗ്ഗത്തിൽ അടിയുറച്ചുകൊണ്ടുകൊണ്ട് പടച്ച തമ്പുരാന്റെ ദിക്റുകളും വിറുദുകളും അവൻ പഠിപ്പിച്ച ശരീഅത്തനുസരിച്ചുകൊണ്ട് പരമാവധി ശരീഅത്തൊക്കെ മുറുകെ പിടിച്ച് എന്ന് പറഞ്ഞാൽ ഇത് സ്ഥാപിക്കുമ്പോൾ മഹാനുഭാവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുതൽ പ്രവാചകൻ വരെ കണ്ടുമുടിയാത്ത ആധികാരികമായ പണ്ഡിതന്മാരും ഔലിയാക്കളും മഹാരഥന്മാരായ സുഫിയാക്കളിലൂടെ ആ കൈമാറി പോന്ന മഹത്തായ ആ ഒരു ചെങ്ങലയാണ്, മഹത്തായ ഒരു പിടിവള്ളിയാണ് സാധുക്കളായ നമ്മൾ പിടിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഈ ജെഡിസി സ്ഥാപിച്ചത് മുതൽ ഇവിടെ ബർക്കത്തുണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. എത്രയോ ബർക്കത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് ബർക്കത്തുണ്ടായിട്ടുണ്ട്. ഓരോ വീടുകളിലേക്ക് ഇതിന്റെ കിതാബുകൾ നൽകിയിട്ട് നിങ്ങൾ മുടങ്ങാതെ വീടുകളിൽ ചെല്ലണമെന്ന് സ്ഥാനം നിർദ്ദേശിച്ചപ്പോ ആ നിർദ്ദേശം പാലിച്ചവർക്ക് ബർക്കത്തുണ്ടായിട്ടുണ്ട്. അവരുടെ കടങ്ങൾ പലരും നേടിപ്പോയിട്ടുണ്ട്. പലരുടെയും അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. മകന്റെ വിസ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പലവിധങ്ങളായ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതങ്ങളുടെ ഒരേ നീണ്ട നിരകൾ നിരത്തി നിങ്ങളുടെ മോഹവലയത്തിൽ കൊടുക്കാനല്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വരെ ഈ ഇവിടെ നടന്നു വരുന്ന ഖാദിരിയ മജ്‌ലിസ്, സമദാനി മസ്ജിദിൽ വരുന്ന ഖാദിരിയ മജ്‌ലിസിലൂടെയും അതേ കിഡ്നി രണ്ടും പോയി ഓപ്പറേഷന് വിധേയനാക്കപ്പെട്ട രോഗിയെ അവർ മജ്‌ലിസിലിരുത്തി അവിടെയുള്ള മജ്‌ലിസിൽ അല്പം വെള്ളം വെച്ച് ആ വെള്ളത്തിൽ അവസാനം മന്ത്രിച്ച് ആ വെള്ളം കൊടുത്ത് ഓപ്പറേഷന് വേണ്ടി ലിസി ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോ ഒന്നും കൂടെ സ്കാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ സ്കാൻ ചെയ്തപ്പോൾ പ്രവർത്തനം സ്തംഭിച്ചു പോയ കിഡ്നികൾ രണ്ടും പ്രവർത്തനക്ഷമതയുണ്ടായി തീരുകയും ആ കുട്ടി ഒരു കുഴപ്പവുമില്ലാതെ ഒരു ആരോഗ്യത്തിന് ഒരു തടസ്സവും സൃഷ്ടിക്കാതെ ആരോഗ്യവാനായി ഇപ്പോൾ വിവാഹം കഴിച്ച് ഒന്നോ മക്കളായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് ഈ മാനവ പ്രദേശത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുവെങ്കിൽ നൂറുകണക്കിന് അനുഭവങ്ങളിൽ നിന്ന് ഒറ്റുദാഹരണം മാത്രമാണ് സൂചിപ്പിച്ചെങ്കിൽ എത്രയോ എന്റെ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ, എവിടുത്തെ നാടിന്റെ നാനാഭാഗങ്ങളുള്ള സഹോദരന്മാർ ഇന്ന് ജാമിഅ സീരിയയിലേക്ക് നിലവിലെ ടെലിഫോണുകൾ വന്നു. ജെഡിസിയിലെ വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ പ്രവാസി സഹോദരന്മാർ കുവൈത്തിലും സൗദി അറേബ്യയിലും ഒക്കെ ഉള്ളവർ ഒരുപാട് വിഷമത്തിലും ദുരിതത്തിലുമാണ്. അവരുടെ വെള്ളപ്പൊക്കം ഉണ്ടായതിന്റെ പേരിൽ മസ്ജിദിലുള്ള നമ്മുടെ സജീവ പ്രവർത്തകർ പലരുടെയും കടകൾ തന്നെ അവരുടെ ജോലി സ്ഥാപനങ്ങൾ തന്നെ തകർന്നു പോവുകയും ഭീമമായ സംഖ്യയിൽ നഷ്ടം വന്ന് കണ്ണീരോടുകൂടെ അന്യനാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല എല്ലാം അവർക്ക് മറ്റു ഓരോ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുമ്പോ മറ്റു നല്ല ജീവിതമാർഗത്തിനുള്ള നല്ല ഹലാലായ
കവാടങ്ങൾ അല്ലാഹു ആ സഹോദരന്മാർക്ക് തുറന്നു കൊടുക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഖാദിരിയ മജ്ലിസിന്റെ ഈ മജ്ലിസ് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സൃഷ്ടാവായ അല്ലാഹുവിനെ കൂടുതലായി സ്മരിക്കുക എന്നതാണ്. നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. എന്തിനു വേണ്ടിയാ? നിങ്ങൾ വിജയശ്രീലാളികളായി തീരുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മളിപ്പോൾ പ്രസംഗിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, നോമ്പ് വരിക, നമ്മൾ നോമ്പെടുക്കും, തറാവീഹ് നമസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും. പക്ഷേ നമ്മുടെ അന്ത്യം എന്താണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഈ ഒരു സംശയമല്ലേ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹയെ വല്ലാതെ വിഷമിച്ചു പോയത്. എന്റെ സഹോദരിമാർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളെപ്പോലെ മാംസമുള്ള മജ്ജയുള്ള വികാരമുള്ള ഒരു സൗന്ദര്യറാണിയായിരുന്നു റാബിയത്തുൽ അദവിയ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ ഇടയ്ക്ക് റോങ്ങായി ജീവിച്ചു. പിന്നീട് മുസരില്ല എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനിലൂടെ ആത്മീയ പാതയിലേക്ക് കടന്നു വന്ന റാബിയത്തുൽ അദവിയ ഉന്നതമായ പവറിലേക്ക്, ഉന്നതമായ ആത്മീയതയുടെ ഉന്നതമായ സ്റ്റേജിലേക്ക് വളർന്നു വന്നപ്പോൾ അല്ലാഹു തആല അവരെന്ന് ചോദിച്ചാലും കൊടുക്കുന്ന ഉന്നതമായ പദവിയിലേക്ക് എത്തി. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി എത്തിയതുപോലെ, ഖദീജ ബീവി എത്തിയതുപോലെ, ഫാത്തിമ ബീവി എത്തിയതുപോലെ, അതുപോലെ ലോകത്ത് തുല്യതയില്ലാത്ത മഹതാരങ്ങൾ എത്തിയതുപോലെ ഉന്നതമായ ആത്മീയ പദവിയിലേക്ക് എത്തിയ റാബിയത്തുൽ അദവിയ എന്ന ആ സൗന്ദര്യവതിയെ വിവാഹമാണ് അന്വേഷിച്ചുകൊണ്ട് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ ഒരു പണ്ഡിതൻ വിവാഹം ആലോചിക്കാൻ ചെല്ലുകയാണ്. ഹസൻ ബസരി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പണ്ഡിതനല്ല. നൂറുകണക്കിന് പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതൻ. ആ പണ്ഡിതൻ വിവാഹാലോചനയുമായി റാബിയത്തുൽ അദവിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ സ്വീകരിച്ചിരുത്തി ഒരു മറവിൽ നിന്നുകൊണ്ട് റാബിയോട് ചോദിക്കുക, അല്ലയോ റാബിയ, നിന്റെ വിവാഹം അന്വേഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇത് കേൾക്കേണ്ട താമസം റാബിയത്തുൽ അദവിയ എന്ന സഹോദരി ചോദിക്കുന്നു, അല്ലയോ ഹസൻ ബസരി, നല്ല സൗന്ദര്യമുള്ള, പാണ്ഡിത്യമുള്ള, ഖുർആൻ ഇസ്ലാമിക വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭനായ പ്രതിപാദനായ അങ്ങയോടൊപ്പമുള്ള ഒരു ദാമ്പത്യ ജീവിതം എന്റെ ഏറ്റവും ഉത്കടമായ ആഗ്രഹമാണ്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതിന് നിങ്ങൾ മറുപടി തരികയാണെങ്കിൽ നമുക്കൊന്നിച്ച് ജീവിക്കാം, നമുക്കൊന്നിച്ച് ദാമ്പത്യം പങ്കുവെക്കാം എന്നാണ് റാബിയത്തുൽ അദവിയ പറഞ്ഞപ്പോ, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയാമെന്ന് ആ മഹാനായ ഹസൻ ബസരി പറഞ്ഞ സന്ദർഭം റാബിയത്തുൽ അദവിയ ചോദിക്കുന്നു, അല്ലയോ ഹസൻ ബസരി അവர்களே, നമ്മളൊക്കെ നമസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഒരുപാട് പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഖുർആനിൽ ഒരു കാര്യം അല്ലാഹു പറഞ്ഞില്ലേ, വല്ലാകിബത്തുൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണെന്ന് ഖുർആനിലില്ലേ? സാധുവായ റാബിയ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു സംഭവം എന്നെ വിഷമിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാന സമയത്തെ വാക്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നല്ലേ? റാബിയയാകുന്ന ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ എനിക്ക് കഴിയുമോ ഇല്ലയോ? അല്ലാഹു തആല അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണെന്ന് പറഞ്ഞില്ലേ? ആ സൗഭാഗ്യവതികളിൽ ഞാൻ പെടുമോ ഇല്ലയോ? നിങ്ങൾ മറുപടി പറയുമെന്ന് പറഞ്ഞപ്പോ ഹസൻ ബസരിയാവുന്ന പണ്ഡിതന് മറുപടിയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അത് അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്ക് പറയാൻ കഴിയില്ല, എനിക്കെന്റെ ഉത്തരം പറയാൻ കഴിയില്ല. എങ്കിൽ പോട്ടെ, എന്റെ റൂഹ് പോയി, എന്റെ ബന്ധുമിത്രാദികൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ പേര് നിസ്കരിച്ച് ആരുടെ മണ്ണിൽ എന്നെ കിടത്തി, എന്റെ പേര് നിസ്കാരമെല്ലാം കഴിഞ്ഞ് അതാ പലക വെച്ചുകൊണ്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് ദിക്ർ ചൊല്ലി മണ്ണിട്ട് മൂടി അതിന്റെ മുന്നിൽ ചെടികളോ മറ്റോ കുത്തി അവിടെ വെള്ളമൊഴിച്ചെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പോകുമ്പോ അവർ പോകുന്ന ചെരുപ്പിന്റെ ആ വള്ളിയുടെ ശബ്ദം ഞാൻ കേൾക്കുമല്ലോ. അപ്പോഴാ മുൻകർ നക്കീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ അവിടേക്ക് വരുമ്പോ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി എന്നോട് മൺകൽപ്പുക, മൺനബിയുക, മൻദീനുക, മൻഇമാമുക, മൻകിബിലത്തുക എന്നിങ്ങനെ തുടങ്ങിയ കുറെ ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോ നല്ല നിലയിൽ മറുപടി പറഞ്ഞാൽ സ്വർഗ്ഗലോകത്തിലേക്കുള്ള ഒരു കവാടം തുറന്നുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ പ്രവസിക്കുക എന്ന് പറഞ്ഞ് എന്നെ ആശീർവദിച്ചു പോകലാണ് മലക്കുകൾ ചെയ്യുക. പക്ഷേ മറുപടി പറഞ്ഞില്ല എങ്കിൽ അവർക്ക് നരകത്തിലേക്കുള്ള ഒരു കവാടമാണ് തുറക്കപ്പെടുക. ആ ഭയപ്രതിപതിയിലായിരിക്കും അന്ത്യനാൾ വരെ അവരിൽ കഴിയേണ്ടി വരിക എന്നതല്ലേ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. ഈ സാധുവായ റാബിയ മരിച്ചു
അടിച്ചുകൊണ്ടാക്കി രാത്രിയിൽ കിടക്കുമ്പോ ഈ മുൻകർ നക്കീർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ? ഇല്ലയോ? നിങ്ങൾ എനിക്കൊരു സമാധാനം തരും എന്ന് പറയുമ്പോ ആ മഹാനായ പറയാ, എനിക്കത് പറയാൻ കഴിയില്ല, അല്ലാഹുക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്ന് റാബിയയോട് മറുപടി പറഞ്ഞപ്പോൾ, എന്നാൽ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ആ മൻസബിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടില്ലേ? ഭൂമിയിൽ നിന്നും 14,96,74,253 കിലോമീറ്ററുകൾ കയറിയുള്ള സൂര്യൻ ഒരു ചാണകനെ അല്ലെങ്കിൽ ഒരു മുടമകനെ നിൽക്കുമ്പോ അവിടെ നന്മതിന്മകൾക്ക് എഴുതപ്പെട്ട ഏടുകൾ അവിടെ മലക്കൾ സപ്ലൈ ചെയ്യില്ലേ? വലത് കൈയിൽ ഏട് കിട്ടുന്നവർ വിജയികളാ, ഇടത് കൈയിൽ ഏടുകൾ കിട്ടുന്നവർ പരാജിതരാണല്ലോ. എന്റെ ഏട് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ? ഏത് കൈയിലാണ് എനിക്ക് ഏട് കിട്ടുക എന്ന് നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ അതിന് മറുപടിയില്ല. അള്ളാഹുവിന്റെ ഭീതിജനകമായ ആ ഹിസാബ് കഴിഞ്ഞിട്ട് അള്ളാഹു അവസാനം 2 ടീമാക്കി മുഴുവൻ മനുഷ്യരെ വേർതിരിക്കില്ലേ? ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ്സഈർ. ഒരു ഭാഗം സ്വർഗ്ഗത്തിലേക്ക് മറ്റൊരു ഭാഗം നരകത്തിലേക്ക് എന്ന് 2 ടീമായി തരംതിരിക്കുമ്പോ സാധുവായ ഞാൻ ആ സ്വർഗ്ഗത്തിൽ പോകുന്ന ടീമിലാണോ അല്ല നരകത്തിലാണോ? നിങ്ങൾ മറുപടി പറയണോ എന്ന് പറയുമ്പോൾ 4ാമത്തെ ചോദ്യത്തിനും ഉത്തരം മുട്ടിപ്പോയെങ്കിൽ പറയുന്നു, ഈ വിഷയത്തിൽ ആശങ്കയോടെ വല്ലാത്ത വിഷമത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എങ്ങനെയാണ് നിങ്ങളുമായ സന്തോഷം പങ്കുവെക്കാൻ കഴിയുക എന്ന് അസംബസിനോട് ആത്മീയതയുടെ അത്യുന്നതങ്ങളിലെത്തിയ ആ മഹനാരത്നം സൂചിപ്പിച്ചു പോയത്. ഇതിനെ കുറിച്ച് നമുക്കൊരു ബോധോദയം, ഒരു പുനർവിചിന്തനം ഉണ്ടാവണം. ഇത് നിമിത്തമായി എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പാതിരാവിൽ മരം കൊച്ചുള്ള തണുപ്പുള്ള രാത്രിയിൽ പോലും അതേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുക. ഏത് നിസ്കാരമാണ്? തഹജ്ജുദ് നമസ്കാരമാണ്. ഇശാഉം അതിന്റെ റവാത്തിബ് കഴിഞ്ഞുകൊണ്ട് ഉറങ്ങി സുബ്ഹിയുടെ മുമ്പ് നിസ്കരിക്കുന്ന എണ്ണം ഇത്രയെന്ന് കൃത്യമാക്കപ്പെടാത്ത ഒരു നിസ്കാരമാണല്ലോ തഹജ്ജുദ്. അങ്ങനെ ദീർഘമായി തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് അതേ കണ്ണീര് വാർത്തുകൊണ്ട് റബ്ബിനോട് ചെയ്യുന്ന പ്രാർത്ഥന അവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. എന്താണ് അവർ പറയുന്നത്? അല്ലാഹുവേ, എന്റെ വീടും ഈ പരിസരവും ഗ്രാമം മുഴുവൻ സുഖനിദ്രയിലാണ്. മഴക്കുള്ള തണുപ്പുള്ള രാത്രിയാണിത്. എല്ലാവരും സുഖനിദ്രയിൽ കിടക്കുമ്പോ ഞാൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഇതാ ഖുർആൻ പാരായണം ചെയ്യുകയും ദീർഘമായി സുജൂദ് ചെയ്തുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കും, ഞാൻ നിന്നോട് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് ഭൂമിയിലേക്കാൾ 69 ഇരട്ടി ചൂട് കൂടുതലുള്ള ഭയാനകമായ നരകത്തെ ഭയന്നിട്ടാണ് ഈ റാബിയ ഇത് ചെയ്യുന്നതെങ്കിൽ ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് നീ വലിച്ചെറിയണേ തമ്പുരാനെ. അതല്ല മനുഷ്യരിച്ചിക്കുന്ന സകലമായ സ്വാസ്വാദന വിഭവങ്ങളുടെ വിലവും സമഞ്ജസമായി സമ്മേളിച്ച ആ സ്വർഗ്ഗലോകം, ആ സ്വർഗം ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ ആ സ്വർഗം എനിക്ക് നീ ഹറാമാക്കണേ തമ്പുരാനെ എന്ന് ലോകത്താരും ദുആ ചെയ്യാത്ത, ആർക്കും ധൈര്യമില്ലാത്ത പ്രത്യേകമായ പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദ്വിയ റളിയല്ലാഹു തആല നടത്തിയതെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന നടത്താൻ നമുക്ക് ആർക്കാണ് ധൈര്യം വരിക? ഇപ്പോൾ റമദാനായാൽ അല്ലാത്തപ്പോൾ നാം അല്ലാഹുവിനോട് ചോദിക്കുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗ്ഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ടുള്ള ആ മോചനം ചോദിക്കുന്നു തമ്പുരാനെ എന്നാണ് ഞാൻ നിങ്ങളോട് ദുആ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സഹോദരി റാബിയ ചോദിക്കുന്നത് സ്വർഗ്ഗമല്ല, നരകമല്ല, പിന്നെന്താണ് അവരുടെ ആഗ്രഹം? എന്താണ് അവരുടെ ഉദ്ദേശം? റാബിയത്തിന്റെ നബി തന്നെ പറയട്ടെ, അല്ലാഹുവേ, ഞാൻ ചോദിക്കുന്നത് സ്വർഗ്ഗമല്ല, നരകത്തുനിന്ന് മോചനമല്ല, സ്വർഗ്ഗത്തിലെ അനുഭൂതികളല്ല, മറിച്ച് എനിക്ക് വെള്ളവും വായുവും വെളിച്ചവും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നൽകിയ സർവശക്തനും സർവാധിനാഥനും കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി, അങ്ങേറ്റം പ്രേമിച്ചു പോയി. എന്റെ 2 ദൃഷ്ടികൾ കൊണ്ട് നിന്നെ കണ്ടാലല്ലാതെ എനിക്ക് സമാധാനമല്ല തമ്പുരാനെ. അതുകൊണ്ട് നിന്റെ നിക്കാൽ അത് ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചുകൊണ്ടാണെങ്കിൽ അവിടെ എവിടെയായിരുന്നാലും നിന്നെ കണ്ടാലല്ലാതെ എനിക്ക് സമാധാനമില്ല. നിന്നെ കാണലാണ്, നിന്റെ നിക്കാഹാണ്, നിന്റെ ദർശനം
അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സജ്ജനങ്ങളും താബീഈങ്ങളും മഹാരഥന്മാരായ എത്ര ആളുകൾ നമ്മോട് വിട പറഞ്ഞു പോയി. അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ, നീ അനുഗ്രഹിക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക.